അത്രേ ഉള്ളൂ. നമ്മൾ ഈ പൂമ്പാറ്റേനെയും പക്ഷീനെയൊക്കെ കാണുമ്പോൾ അയ്യോ പാവല്ലേ എന്ന് തോന്നില്ലേ? ഒരു പൂമ്പാറ്റയ്ക്ക് എത്ര ദിവസത്തെ ആയുസുണ്ട്? നമുക്ക് എന്ത് തോന്നും? പാവം 3 ദിവസം കഴിയുമ്പോൾ ചത്തുകൂടെ, അതിനെ ചിറകെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഉണ്ണി അതിനൊന്നും ചെയ്യണ്ടപ്പാ അത്ര തന്നെ നമ്മളുള്ളൂ. നമുക്ക് തോന്നണത് അത് കുറേ കാലം ഉണ്ട്. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ് ഒരു പുല്ലിന് സമയമുള്ളൂ. അതെന്താ അങ്ങനെ വരാൻ കാരണം? നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ? കൽപ്പാന്തകാലത്തോളം. ഈ കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവിന്റെ ആയുസാണ് കൽപ്പാന്തം. അത് എത്ര വർഷമാണെന്നറിയോ? ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ 4,32,00,000 വർഷമാണ്. ഒരു കലിയുഗത്തിൽ കൂടെ ഒരു 0 കൂടി ചേർത്താൽ എത്രയും? ഒരു കലിയുഗം എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 4,32,000 വർഷം. ഈ കലിയുഗം അത്രയും വരുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആയുസ് എത്ര ചെറുതാണെന്ന്. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കടുകുമണി പോലെയുള്ളൂ ഭൂമി. അപ്പം അതിൽ വസിക്കണം നമ്മൾ എത്രത്തോണ്ടേ ഉണ്ടാവുള്ളൂ? ആലോചിച്ച് നോക്കുക. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ആൾക്കാരൊക്കെ എന്താണ് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണ് പുതിയ തലമുറ എന്നത് സ്വീകരിക്കാത്തത്. പക്ഷേ ഞാൻ വെല്ലുവിളിച്ചിട്ട് പറയുന്നു, ഈ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ ഉപരി വേദത്തിൽ പറയാത്ത ഏത് ശാസ്ത്രമാണ് ഇതുവരെ കണ്ടെത്തിയേക്കണതെന്നും ഇനി കണ്ടെത്താൻ പോകുന്നതെന്നും പറയാൻ ഇവിടെ ഒരാൾക്കും പറ്റില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം ഇപ്പോഴല്ലേ ഗൂഗിൾ മാപ്പ് ഉണ്ടായത്? അല്ലേ? നമുക്ക് നോക്കാൻ ഗൂഗിൾ മാപ്പ് ഉണ്ടായത് ഇപ്പോഴാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അമേരിക്കയിലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പറയുക. ജംബുദ്വീപം എന്ന് പറയുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡാണത്. അവിടെ ഉള്ള കാര്യം ഒരാൾ പറയണമെങ്കിൽ ഏത് മാപ്പ് നോക്കിയിട്ടാവും? അവിടെ ഇത്ര പർവ്വത നിരകളുണ്ടെന്ന്. സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ഈ കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത് വന്ന് നിൽക്കണതാ. ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങേ അറ്റത്ത് വന്ന് ഒറ്റപ്പാലം ഭാഗത്തു കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? പാലക്കാടിന്റെ അരിക്കു കൂടെ പോണ സഹ്യപർവ്വത നിരകള്. അത് എന്തിനു പറഞ്ഞിട്ടുണ്ട്? ഇത് അപ്പൊ എത്രമാത്രം ഭൂമി